കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവരായി ആരുമില്ല. എന്നാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഉറക്കെ വിളിച്ചു പറയാനും ചൂണ്ടിക്കാണിക്കാനുമൊക്കെ നമുക്ക് നല്ല രസമാണ്. പക്ഷേ സ്വയമായിട്ട് നമ്മുടെ ബലഹീനതകളും കുറവുകളും പറയുന്നത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമില്ല താനും. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ ഛായാചിത്രം വരയ്ക്കണമെന്നും തൻ്റെ മുൻഗാമികളെ പോലെ അത് കൊട്ടാരത്തിൽ പ്രദർശിപ്പിക്കണമെന്നും പറഞ്ഞു. തൻ്റെ പ്രശസ്ത ചിത്രകാരനോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. ഇത് കേട്ട ചിത്രകാരൻ വളരെ അസ്വസ്ഥനായി. കാരണം രാജകൊട്ടാരത്തിലെ എല്ലാവർക്കും അറിയാം, രാജാവ് വളരെ സമർത്ഥനാണ്. പക്ഷേ ഒരു യുദ്ധത്തിനിടയിൽ രാജാവിൻ്റെ ഒരു കണ്ണ് നഷ്ടമായി. ഈ ഛായാചിത്രത്തിൽ ഒരു കണ്ണില്ലാത്ത രാജാവിനെ വരയ്ക്കുന്നത് രാജാവിനെ തൃപ്തനാക്കില്ല. തന്നെ വികൃതമാക്കിയതിന് പോരാത്തതിന് കൊലക്കുറ്റം വരെ ചുമത്തുകയോ കൊന്നുകളയുകയോ ചെയ്യുമെന്ന് പേടിച്ച ചിത്രകാരൻ രോഗമുള്ളവനെ പോലെ അഭിനയിച്ച് വലിയൊരു അവധിയിൽ പ്രവേശിച്ചു. രാജാവിനെ ചിത്രം വരയ്ക്കുകയും വേണം. രാജാവ് തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, നമുക്കൊരു വിളംബരം പുറപ്പെടുവിച്ചാലോ? അടുത്ത ദേശങ്ങളിലും അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ചിത്രകാരന്മാർ പടം വരയ്ക്കാൻ നോക്കിയപ്പോഴാണ് അബദ്ധം മനസ്സിലാക്കി ഓരോ കാരണങ്ങൾ പറഞ്ഞ് സ്ഥലം വിട്ടു. എന്നാൽ പടം വരയ്ക്കാൻ ഒരു യുവാവ് രാജാവിൻ്റെ അടുത്തെത്തി. പ്രഭു, ഞാൻ അത്ര വലിയ ചിത്രകാരനൊന്നുമല്ല, എങ്കിലും ഞാനൊന്ന് വരച്ചു നോക്കാം. രാജാവിന് വളരെ സന്തോഷമായി. ഇത് കണ്ട പ്രജകൾ, ഈ യുവാവിന് ഭ്രാന്താണോ, സ്വന്തം ജീവൻ പോകുമെന്നറിയില്ലേ എന്ന് അടക്കം പറഞ്ഞു. യുവാവ് ഒരു മുറിയിലിരുന്ന് തൻ്റെ ചിത്രം വര പൂർത്തിയാക്കുന്നതുവരെ ആ റൂം കുറ്റിയിട്ട് ഇരിക്കുകയായിരുന്നു. തൻ്റെ ചിത്രം കാണാൻ ഒരു ദിവസം അനുവദിച്ചു. രാജാവും രാജ്ഞിയും എല്ലാവരും കൊട്ടാരത്തിലെത്തി. യുവാവ് ആ ചിത്രത്തിൻ്റെ ആവരണം പതുക്കെ മാറ്റി. ചിത്രം കണ്ട രാജാവും രാജ്ഞിക്കും മന്ത്രിക്കും പ്രജകൾക്കും ഏറെ സന്തോഷമായി. അദ്ദേഹം വരച്ചത് ഒരു കണ്ണടച്ച് അമ്പെയ്യുന്ന ചിത്രം. അടച്ച കണ്ണ് രാജാവിനില്ലാത്തതും. ഒരു നായാട്ടിൽ സമർത്ഥനായ രാജാവ് ഒരു കണ്ണടച്ച് അമ്പെയ്യുന്ന ചിത്രം എല്ലാവർക്കും ഇഷ്ടമായി. രാജാവ് ആ യുവാവിന് സമ്മാനങ്ങൾ നൽകുകയും ചിത്രകാരനായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ജോലിസ്ഥലത്തും ഒരുപാട് കുറവുള്ളവരും ബലഹീനരുമുണ്ട്. അവരുടെ കുറവുകൾ മാത്രം കണ്ടെത്തി അവരെ മുറിപ്പെടുത്താതെ, അവരെ വികൃതമാക്കാതെ, അവരെ ചേർത്ത് പിടിക്കാൻ, അവരുടെ കുറവുകളിലേക്ക് നോക്കാതെ നിറവുകളിലേക്ക് നോക്കി ജീവിക്കാൻ എനിക്കും നിനക്കും സാധിക്കട്ടെ.